ആരോഗ്യ മേഖലയ്ക്കുണ്ടായ അപമാനമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി.എസ്. ശിവകുമാർ. ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വലിയ വിമർശനം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പകരം സംവിധാനം ഉണ്ടാക്കാൻ 4 മണിക്കൂർ എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് എന്തൊരു ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നുള്ളതാണ് രോഗികളടക്കം മുന്നോട്ട് വെക്കുന്ന ചോദ്യവും. പ്രശാന്ത് കൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. പ്രശാന്ത്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം സമയം വേണ്ടി വന്നത് ഒരു പകരം സംവിധാനം ഒരുക്കാൻ? മാധു, അത് തന്നെയാണ് പ്രധാന വിഷയം. കാരണം 5:30 മണിക്ക് വൈദ്യുതി ബന്ധം സാധാരണ നിലയിലായി. അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമില്ലായിരുന്നു. കാരണം ജനറേറ്ററിലാണ് അപ്പോൾ SAT-യിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ അതായത് ഇവർക്ക് ഇവിടെയും ഒരു പ്ലാൻ ബി ഇല്ലാതെ പോയി എന്നതാണ്. ഒരു ജനറേറ്റർ ഉപയോഗിച്ച് സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ജനറേറ്ററിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. അത് ആശുപത്രിയാണോ അതിന് ഉത്തരം നൽകേണ്ടത്, അതോ ഇതിനെല്ലാം ചുമതല വഹിക്കുന്ന PWD ഇലക്ട്രിക്കൽ വിഭാഗമാണോ എന്നതാണ്. KSEB ഇക്കാര്യത്തിൽ തലയുരിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗം വിശദീകരിച്ചിരിക്കുകയാണ്. സർക്കാർ അത് വൈദ്യുതി വകുപ്പ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം അവിടെ വൈദ്യുതി ബന്ധം സാധാരണ നിലയിലാക്കാൻ സാധിക്കാത്തത് 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന അറ്റകുറ്റപ്പണി നടക്കാത്തത് കൊണ്ടാണ്. അതിനവർ കാരണങ്ങളടക്കം തെളിവുകളടക്കം നിരത്തിയാണ് വിശദീകരിക്കുന്നത്. ഇത്തരത്തിലൊരു വിശദീകരണം തന്നെയായിരിക്കും വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ടായി KSEBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നൽകാൻ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഗുരുതരമായ വീഴ്ച, സമയത്തിന് അറ്റകുറ്റപ്പണി നടന്നില്ല. അത് കാരണം ജനറേറ്റർ സംവിധാനത്തിൽ നിന്ന് മാറാൻ ആശുപത്രിക്ക് കഴിഞ്ഞില്ല. PWD ഇലക്ട്രിക്കൽ വിഭാഗം കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. ഒപ്പം ഇതെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബദൽ സംവിധാനമെല്ലാം ഉണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ട SAT ആശുപത്രി അധികാരികൾ, അതായത് ആരോഗ്യവകുപ്പ്, ഇതിൽ കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. കാരണം സംഭവിക്കാൻ ഇരുന്നത് ഒരു വലിയ ദുരന്തമാണ്. അത് ആരുടെയോ ഭാഗ്യം കൊണ്ട് ഉണ്ടായില്ല. കാരണം 4 മണിക്കൂർ നേരം ഒരു ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതിരിക്കുമ്പോൾ അത് അടിയന്തര ചികിത്സ, അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്കറിയാം വൈദ്യുതി ഇല്ലാതെ വരുമ്പോൾ ആശുപത്രി അകത്ത് മെഴുകുതിരി കത്തിക്കുന്നതിനടക്കം രോഗികൾ ഒരു ശ്രമം നടത്തിയാൽ വലിയ വിപത്തിലേക്ക് പോകും. കാരണം തീയാളി പടരുന്ന പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകും. അതെല്ലാം ഒഴിവായി എന്നത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ നമ്മൾ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയുള്ള മറ്റൊരു വീഴ്ച തന്നെയാണ് വകുപ്പ് തലത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല.